18ാമത് ഗുരുദേവഗിരി തീർത്ഥാടനം സമാപന വേളയിലാണ്, സമാപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസാന ദിവസം, അതായത് 3-ാം ദിവസം, ദിവ്യദന്ത ദർശനം ഉൾപ്പെടെയുള്ള വലിയ വലിയ ചടങ്ങുകളുണ്ടായിരുന്നു. മുഖ്യ കാർമ്മികനായി ഇവിടെ എത്തിയത് ശിവഗിരി മഠാധിപതി, അതായത് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികളാണ്. അദ്ദേഹം ബ്രഹ്മശ്രീ എന്ന് മാത്രം ഇപ്പോൾ പറഞ്ഞാൽ പറ്റില്ല, പത്മശ്രീ ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികളെന്ന് പറയണം. അദ്ദേഹമാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാം. നമസ്കാരം സ്വാമി. നമസ്കാരം. ഗുരുദേവഗിരി തീർത്ഥാടനം ഇത് സമാപിക്കാൻ പോവുകയാണ്. അപ്പോൾ സ്വാമി ശിവഗിരിയിൽ നിന്ന് ഈ ഗുരുദേവഗിരിയിലേക്ക് എത്താനുണ്ടായ സാഹചര്യം എന്താണ്, അല്ലെങ്കിൽ ശിവഗിരി മഠാധിപതി ഇവിടെ മുഖ്യ കാർമ്മികനായി എത്തിയപ്പോഴുള്ള അനുഭവം എന്താണ്, പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കാം. മുംബൈ ഗുരുദേവഗിരി തീർത്ഥാടനത്തിലേക്ക് മന്ദിരസമിതിയുടെ ക്ഷണമനുസരിച്ചാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. മന്ദിരസമിതിയുടെ വിഭാവനയാണ് മുംബൈയിലെ ഒരു തീർത്ഥാടന കേന്ദ്രം എന്നുള്ളത്. അതിന് കാരണഭൂതമായത് ഗുരുവിൻ്റെ ദിവ്യമായ ദന്തം മന്ദിരസമിതിക്ക് ലഭ്യമായി എന്നുള്ളതാണ്. അത് ഗുരുവിൻ്റെ ഒരു നിശ്ചയം ആയിരിക്കാം. എന്തുകൊണ്ടെന്നാൽ ഭാരതത്തിൻ്റെ വാണിജ്യ നഗരമാണ് മുംബൈ നഗരം. ലോകമെങ്ങും അറിയപ്പെടുന്ന ഈ വാണിജ്യ നഗരത്തിൽ ഗുരുവിൻ്റെ ഒരു ദിവ്യമായ ശരീര അവശേഷിപ്പ് ഉണ്ടാകുക എന്ന് പറയുമ്പോൾ വരും യുഗങ്ങളിൽ ഈ മുംബൈ നഗരത്തിൻ്റെയും ശ്രീനാരായണ സമിതിയുടെയും അതുപോലെ തന്നെ ഗുരുദേവ പ്രസ്ഥാനങ്ങളുടെയും ശ്രദ്ധ ആകർഷിക്കുവാൻ പോകുന്ന ഒരു കേന്ദ്രമായി മാറുകയാണ്. ഗുരുദേവഗിരി തീർത്ഥാടനം എന്ന ആശയം ശിവഗിരിയുടെ മുൻ പ്രസിഡൻ്റായിരുന്ന ബ്രഹ്മശ്രീ ശാശ്വതികാനന്ദ സ്വാമികൾ കൽപ്പിച്ച് നൽകിയതാണെന്ന് ചെയർമാൻ പറയുകയുണ്ടായി. അതും ഒരു നിശ്ചയമായിരിക്കും. എന്തായാലും 2001 പ്രാരംഭം കുറിച്ച ഈ തീർത്ഥാടനം ഓരോ വർഷം കഴിയും തോറും അതിൻ്റെ അർത്ഥതലത്തിൽ തന്നെ, തീർത്ഥാടനമെന്ന അർത്ഥതലത്തിൽ തന്നെ ശ്രീനാരായണ മന്ദിരസമിതി വ്യാപിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭക്തരിൽ വിശ്വാസവും അതിനു ഉപരിയായി ജ്ഞാനവും പകരാവുന്ന പരിപാടികളാണ് എല്ലാ വർഷവും 3 ദിവസങ്ങളിലായി ഇവിടെ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ തീർത്ഥാടന വേളയിൽ പങ്കുചേരുവാൻ കിട്ടിയ അവസരം ഒരു ഗുരുവിൻ്റെ കാരുണ്യമായി കരുതുകയാണ്. 18ാമത് ഗുരുദേവഗിരി തീർത്ഥാടനം സമാപിക്കുമ്പോൾ ഇന്നലെ ഈ ആസ്ഥാനത്തേക്ക് വന്നപ്പോൾ ഉണ്ടായ അനുഭവം, ഇന്ന് രാവിലെ ഗുരുവിൻ്റെ ദന്തക്ഷേത്രം തുറന്ന് ആ ദിവ്യമായ ആ ദന്തത്തെ എടുത്ത് ഭക്തജനങ്ങൾക്ക് ദർശിക്കുവാനായി സമർപ്പിക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭൂതിയുണ്ട്. അത് സ്വയം അനുഭവിച്ച അനുഭൂതിയാണ്. അത് നമ്മളുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമായി കരുതുകയാണ്. ഇതിനും കാരണം ഭൂതമായത് മുംബൈ ശ്രീനാരായണ മന്ദിര സമിതിയാണ് എന്ന്
നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. രാവിലെ ആ ദന്തത്തെ ഭക്തജനങ്ങൾക്ക് ദർശനത്തിനായി രഥത്തിലേക്ക് മാറ്റുകയും അതിനുശേഷം ശ്രീനാരായണ മന്ദിര സമിതിയുടെ 41 യൂണിറ്റുകൾ നിന്നും വ്രതശുദ്ധിയോടെ മഞ്ഞ വസ്ത്രധാരികളായി എത്തിയ ഭക്തർ യൂണിറ്റ് തലത്തിൽ തന്നെ അണിനിരന്ന ഭക്തിപരമായ ഒരു ഘോഷയാത്രയാണ് നടക്കുകയുണ്ടായത്. അതിലും പങ്കുചേരുവാൻ അവസരം ഉണ്ടായി എന്നുള്ളത് മറ്റൊരു കാര്യം. ഭക്തിയുടെ പ്രഭാവത്തെ, ഗുരുവിനോടുള്ള ആദരവിൻ്റെ മഹത്വത്തെ വിളിച്ചറിയിക്കുന്ന ഘോഷയാത്രയായിരുന്നു രാവിലെ 10 മണി മുതൽ നടക്കുകയുണ്ടായത്. ഈ മുംബൈ നഗരത്തിൻ്റെ വീതിയിലൂടെ ഓം ശ്രീനാരായണ പരമഗുരവേ നമ എന്ന മന്ത്ര ഉച്ചാരണത്തോടെ ആ ഘോഷയാത്ര കടന്നു പോകുമ്പോൾ ഈ വീഥികളുടെ ഇരുവശത്തുമുള്ള ജാതി മത ഭാഷയ്ക്ക് അപ്പുറത്ത് ഉള്ള ജനങ്ങളാൽ അത് ആകൃഷ്ടമായി. അപ്പോൾ തന്നെ ഈ ഗുരുദേവഗിരി തന്നെ ക്ഷേത്രഗിരിയായി മാറിയിരിക്കുകയാണ്. ക്ഷേത്രങ്ങൾക്ക് വേണ്ടി മഹാരാഷ്ട്ര ഗവൺമെൻറ് പ്രത്യേകം മാറ്റിവെച്ച ഒരു ഗിരി കൂടിയാണ് ഈ പ്രത്യേക ദേവസ്ഥാനഗിരി എന്നറിയണം. അവിടേക്ക് ഗുരുവിൻ്റെ ഭക്തർ നാമജപത്തോടും സ്തോത്രങ്ങളോടും കൂടി മഞ്ഞവസ്ത്രധാരികളായി അങ്ങനെ ചിട്ടയോടുകൂടി എത്തിച്ചേർന്നപ്പോൾ ഉണ്ടായ അനുഭവം പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒന്ന് നമുക്ക് തീർച്ചപ്പെടുത്താം. ശിവഗിരി മഠത്തിൽ നിന്നും ശിവഗിരി മഠത്തിൻ്റെ പ്രസിഡൻറ്റും ശിവഗിരി മഠത്തിൻ്റെ ട്രഷററും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാം അതിൽ പങ്കുചേർന്നു. അതോടൊപ്പം തന്നെ ശിവഗിരി ടിവിയും ഞങ്ങളോടൊപ്പം ചേരുകയുണ്ടായി. മുംബൈ ശ്രീനാരായണ മന്ദിര സമിതിയുടെ പ്രവർത്തനങ്ങളെ അതിൻ്റെ സാരഥികളിൽ നിന്നും ലോകത്തിന് അറിയുവാൻ വേണ്ടി പകർത്തുവാനുള്ള അവസരവും ഈ വർഷത്തെ ഗുരുദേവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് നടത്തുവാൻ കഴിഞ്ഞതിൽ ശിവഗിരി മഠത്തിന് അതിയായ സന്തോഷമുണ്ട്. എന്തായാലും ഒന്ന് ഉറപ്പിക്കുകയാണ്, വരും കാലങ്ങളിൽ മുംബൈ ഗുരുദേവഗിരി തീർത്ഥാടന കേന്ദ്രം ലോകമറിയുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറും എന്ന് യാതൊരു സംശയവും വേണ്ട. ഗുരുവിൻ്റെ കാരുണ്യമാണ്, ഗുരുവിൻ്റെ ദന്തക്ഷേത്രമെന്ന മഹത്തായ ആ സമർപ്പണമാണ് ഇതിന് കാരണഭൂതമാകുന്നത്. മുംബൈ ഗുരുദേവഗിരി തീർത്ഥാടനം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ കൽപ്പിച്ചനുഗ്രഹിച്ച ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ നെഞ്ചോട് ചേർത്ത് ആണ് ശ്രീനാരായണ മന്ദിര സമിതി രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാവി ഗുരുദേവ ദർശനങ്ങളെ, ഗുരുദേവ തത്വസംഹിതകളെ ലോകമെങ്ങും പ്രചരിപ്പിക്കുന്നതിന് കൂടി കാരണഭൂതമായി തീരും എന്നുള്ളതിന് സംശയമില്ല.
നേരത്തെ പറഞ്ഞതുപോലെ ഭാരതത്തിൻ്റെ വാണിജ്യ പട്ടണത്തിൽ അങ്ങനെ ഒരു തീർത്ഥാടനം നടക്കുമ്പോൾ ലോകശ്രദ്ധ പിടിച്ചു പറ്റുവാൻ കഴിയുമാറാകും. വരും വർഷങ്ങളിൽ ഗുരുവിൻ്റെ ദർശനങ്ങൾ, പ്രത്യേകിച്ചും ഈ വർഷം ശിവഗിരി തീർത്ഥാടനത്തിന് കായികമേള സംഘടിപ്പിക്കുകയുണ്ടായി. ഗുരുദേവൻ 1912 വിദ്യാദേവതയായ ജ്ഞാനമൂർത്തിയായ ശാരദാംബയെ ശിവഗിരിയിൽ പ്രതിഷ്ഠിച്ച ആ അവസരത്തിൽ യുവാക്കൾക്ക് വേണ്ടി കായിക മത്സരങ്ങൾ അന്ന് സംഘടിപ്പിച്ചു. വനിതകൾക്ക് വേണ്ടി സ്ത്രീ സമ്മേളനം സംഘടിപ്പിച്ചു. തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിൽ മേള അങ്ങനെ സംഘടിപ്പിച്ചു. ഒന്ന് നോക്കണം, 100 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ വിഭാവന ചെയ്ത ആ മഹത്തരമായ മേളകളും മത്സരങ്ങളും ഒരു സമൂഹത്തിനെ വളർച്ചയിലെത്തിക്കുവാൻ വേണ്ടി ചെയ്ത ആ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മളുടെ ജനകീയ ഗവൺമെൻറ്റുകൾ കൂടുതൽ പ്രാധാന്യത്തോടെ ധനം പോലും വിനിയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജാതി, മത, ദേശ, ഭാഷയ്ക്ക് അപ്പുറത്തുള്ള ലോകസൃഷ്ടിയുടെ ഒരു പ്രയോഗമാണ് എന്ന് നാം അറിയേണ്ടതാണ്. ഇവിടെയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹത്വം. ആ ഗുരുവിൻ്റെ മഹത്വമാണ് ഓരോ ദേശത്തും തീർത്ഥാടനമെന്ന രൂപത്തിൽ വന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് കാരണഭൂതം ആകട്ടെ എല്ലാ പ്രസ്ഥാനങ്ങളും എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. മുംബൈ ഗുരുദേവഗിരി തീർത്ഥാടനത്തിന് വിഭാവനം ചെയ്ത് അത് ഉത്തരോത്തരം കർത്തവ്യബോധത്തോടെ നിർവഹിച്ചു വരുന്ന ശ്രീ നാരായണ ഗുരുദേവ മന്ദിര സമിതിക്ക് എല്ലാവിധ നന്മകളും നേരുന്നു. അതോടൊപ്പം ഇത് ലൈവായി പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന ശിവഗിരി ടിവിക്കും നന്മകൾ നേർന്നു. നന്ദി. ഒരുപാട് നന്ദി സ്വാമി. ഈ പ്രത്യേക വേളയിൽ ശിവഗിരി TV പ്രേക്ഷകർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ചത്.